സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ സ്ത്രീകളെ ഇമേജ് അല്ല, സ്ത്രീകളെ ശക്തിയാണ്. സ്ത്രീകൾ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒരു ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ആശാ സമരം തന്നെ ഭയങ്കര ഒരു ശക്തിയുള്ള സമരമാണ്, ഒരു ഐതിഹാസിക സമരമാണത്, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ സമരത്തിൽ നിരാഹാരം കിടന്ന് ഞാൻ വീട്ടിലെത്തുമ്പോഴാണ് എൻ്റെ മോൾക്ക് കല്യാണാലോചന വരുന്നത്. അതിൻ്റെ മുമ്പേ വരുന്ന സമയത്തൊക്കെ എന്താ പറയുക, ഞാൻ എക്സലേറ്റാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യമാണ്. മുത്തലാഖിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്തത് അതാണ്. എല്ലാ വീടുകളും പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞിട്ട് 3 ദിവസം 4 ദിവസമായിട്ടും വീട്ടിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു. പോലീസൊക്കെ വരും, അവരെ ഇരുത്തും, എന്നിട്ട് നമ്മൾ പുറത്തിരിക്കുക, നമ്മൾ അവിടെ തന്നെ ഇരിക്കും, കൊതുകടിയെല്ലാം കൊണ്ടിട്ട് നമ്മൾ ഇരിക്കും അവിടെ രാത്രി 2-3 ദിവസങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ചെറിയ കടയിൽ നമ്മളിങ്ങനെ ഇലയിൽ ചോറ് തിന്നുന്ന സമയത്ത് ആ ഇലേൻ്റെ അടിയിൽ എങ്ങനെയുണ്ട് പുഴുക്കൾ. അതും എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള സമയമായിരുന്നു. മാവൂർ സമരം പിന്നെ അന്ന് നമുക്ക് ബോധനയിലുള്ള ഒരു നിലപാടാണ് തൊഴിലാളികളെ കാര്യത്തിലും നമ്മൾ ഇടപെടാന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. അപ്പം പോയി ആദ്യമൊക്കെ പിന്നെ കുറേ ദിവസം അതിൽ തന്നെയായിരുന്നു. രാത്രി കാലങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ വരുന്നത്, അതിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ എന്നെ സഖാക്കളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിത്തരും. അപ്പോൾ അതിന് മുമ്പേ പിന്നെ ആദ്യം നിരാഹാരം കിടന്നിരുന്നു. നിരാഹാരം കിടന്ന് 40, അപ്പം അവർ ഇപ്പോൾ CPM-ൻ്റെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പം പറയുന്നത് എന്താണെന്നറിയോ, നമ്മളൊക്കെ ഇമേജ് കണ്ടിട്ടാണ്, ഞാനും അജിതയും ഗംഗയൊക്കെ ഉള്ള ഇമേജ് കണ്ടിട്ടാണ് ആൾക്കാർ കൂടുന്നത്. അത്രയും മോശമായ രീതിയിലാണ് ഇവർ ഈ സമീപിക്കുന്നത്. അതാണ് ഈ CPM-ന് വേണ്ട ക്ലാസ്സുകളൊന്നും ഇല്ലേ, അങ്ങനെ ആലോചിക്കൂ. അപ്പോൾ അവർ അന്ന് അങ്ങനെ പറഞ്ഞത്, നമ്മളെ ഇമേജുകൾ, നമ്മളെല്ലാവരും ഇമേജുകൾ, എന്ത് ഇമേജുകൾ, സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ സ്ത്രീകളെ ഇമേജ് അല്ല, സ്ത്രീകളെ ശക്തിയാണ്. സ്ത്രീകൾ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒരു ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ആശാ സമരം തന്നെ ഭയങ്കര ഒരു ശക്തിയുള്ള സമരമാണ്, ഒരു ഐതിഹാസിക സമരമാണത്, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സമരം ചെയ്യുമ്പോൾ നമുക്ക് ഇവർ CPM-ൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആൾക്കാരോ സമരം ചെയ്യുമ്പോൾ ആ സ്ത്രീകൾ മാത്രമേ സ്ത്രീകളാവുന്നുള്ളൂ. മറ്റുള്ളവരൊന്നും സമരം ചെയ്യാന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു കഴിവാണ്, ശക്തിയാണ്, പ്രതികരണ ശേഷിയാണ്. അവരകത്തിരിക്കുന്നവരല്ല, അവർ നിങ്ങളോടൊക്കെ ചോദ്യം ചോദിക്കേണ്ടവരാണെന്നാണ് അത് പറയുന്നത്, അല്ലേ? തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിനി അടങ്ങിയിരിക്കാൻ പറ്റൂല, നമ്മളെ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും വരും. ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ കുടുംബശ്രീക്കാരാവട്ടെ, ഹരിതകാരൻ, അവരൊക്കെ സമരം ചെയ്യും. സമരത്തിൻ്റെ ഒരു സ്ത്രീകളുടെ സമരത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്ന് നമ്മൾ സമരം ചെയ്തപ്പോൾ നമ്മളെ ഇമേജ് കണ്ടിട്ടാണ്. എന്ത് ഇമേജിനേക്കാളും ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സമരത്തിൽ നിരാഹാരം കിടന്ന് ഞാൻ വീട്ടിലെത്തുമ്പോഴാണ് എൻ്റെ മോൾക്ക് കല്യാണാലോചന വരുന്നത്. അതിൻ്റെ മുമ്പേ വരുന്ന സമയത്തൊക്കെ എന്താ പറയുക, ഞാൻ എക്സലേറ്റാന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യമാണ്. അപ്പോൾ വല്ലാത്തൊരു സമയമായിരുന്നു അതെനിക്ക്. അപ്പം പിറ്റേന്ന് അതിൻ്റെ അടുത്ത ദിവസം മറ്റോ പിന്നെ അവർ വരും, നിശ്ചയോ കല്യാണം എന്തോ. ഞാൻ ആകെ ടെൻഷൻ എടുത്ത് നിൽക്കുക, എൻ്റെ കയ്യിൽ പൈസയും ഇല്ല, എങ്ങനെ ആകെ. അപ്പം പിന്നെ സുഹൃത്തുക്കളൊക്കെ വന്ന് എനിക്കൊരു ശക്തി തന്ന് അങ്ങനെ അതൊക്കെ നന്നായിട്ട് നടന്നു ആ കല്യാണമൊക്കെ. അന്ന് ആ സമയം അങ്ങനെയായിരുന്നു. ഹസ്ബൻഡ് അടിച്ചിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ ആ സമയത്ത്. പിന്നെ ആ സമരം തീരുന്നത് വരെ ഒരുമിച്ച് നിന്നു അവസാനിക്കുന്നത്. പിന്നീട് 2ാം ഘട്ടത്തിലേക്ക് വന്നു. ആ ഘട്ടത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടായിരുന്നു, അവരോടൊപ്പം തന്നെ നിന്ന് ബസ്സിൽ തിരുവനന്തപുരത്തൊക്കെ പോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള സമരം ഇപ്പം വാസൂട്ടനായിട്ടെല്ലാം നല്ല ബന്ധം തന്നെയാണിപ്പോൾ. അപ്പോൾ ആ സമരത്തിലൊക്കെ അങ്ങനെ കംപ്ലീറ്റ് എല്ലാ സമയത്തും പങ്കെടുത്തിരുന്നു. പിന്നീട് പിന്നെ റെയിൽവേ ഗുഡ്ഷെഡ് സമരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വലിയങ്ങാടിയിലാണ് അന്ന് താമസിക്കുന്നത്. ആ താമസിക്കുന്ന സമയത്ത് അന്ന് മുതലാണ് ബോധനയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നത്. ബോധനയിൽ അപ്പോൾ അതിൽ ഈ ML-ൻ്റെ 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ ഒരു വിഭാഗമാണ് ഇത് മുൻകൈ എടുത്തത്. അപ്പം ഇതൊക്കെ പറഞ്ഞു, അത് നക്സലേറ്റിൻ്റെ ഇത് വരും,
അതുകൊണ്ട് നമുക്കതിൽ കണ്ടാന്ന്. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റൂല. കാരണം ഞാൻ ഇന്ന് രാവിലെ പോകുമ്പം ഈ തൊഴിലാളികളെ കണ്ടുകൊണ്ട് പോകുന്ന ആളാണ്. തൊഴിലാളികൾ ഇത് കാർഷേഡിൽ അല്ല ഇത് ചുമൽ എന്താ പറയുക ചുമട്ട് തൊഴിലാളികൾ ഏറ്റെടുത്ത് കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്നത്. അവർക്കൊരു സമരം വരുമ്പോൾ നമ്മൾ അവരോടൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് സമരമാണ്. അങ്ങനെ എന്നെ ജോയിൻറ്റ് കൺവീനറൊക്കെ ആക്കിയിട്ട് അവർ നിർത്തി. എൻ്റെ വീട്ടിലായിരുന്നു ഈ ആൾക്കാരൊക്കെ വരലും പോകുമൊക്കെ തുടങ്ങിയത്. അപ്പോഴേക്ക് കുടുംബത്തിന് പ്രശ്നം വന്നു. അവരിറങ്ങിപ്പോയി. ഞാൻ പിന്നെ അത് തീരുന്നവരെന്ന് അത് വിജയിച്ചിരുന്നു ആ കേസ്. പിന്നെയും കുറേ സമരങ്ങളിൽ പോയിരുന്നു. പിന്നെ വാസോട്ടൻ്റെ ഒരു സമരം ഉണ്ടായിരുന്നു. വാസോട്ടൻ്റെ മറ്റേ യൂണിവേഴ്സിറ്റിയിലെ കുറേ സ്ത്രീകളെ ഹോസ്റ്റലത്തെ സ്ത്രീകളെ അങ്ങനെ ഞാനും അജിതയും എല്ലാം പോയി അവിടെ പോയിട്ട് ഗരാവോ ചെയ്തു. നമ്മളെ പിന്നെ തലശ്ശേരി BC-നെ അന്ന് പോയിട്ട് നമ്മൾ ഗരാബോ ചെയ്ത് നമ്മളെല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ അങ്ങനെ കുറേ അറസ്റ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പലയിടത്തും. ലാസ്റ്റാണ് ഇപ്പോൾ അവളവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമരം എന്നുള്ളത് ബോധനൻ്റെ തന്നെ ആദ്യത്തെ മറ്റേ കുഞ്ഞുവീൻ്റെ സമരം, മറ്റേ മുളകിൻ്റെ സമരം, മുളക് പാക്കറ്റ് ചെയ്യുന്ന അവരുടെ സമരം, അതൊക്കെ വിജയിച്ചിരുന്നു. അവർക്കെല്ലാം വേണ്ട കോമ്പൻസേഷനൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്നറിയോ, നിശയുടെ തുടക്കത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്നറിയോ, മുത്തലാഖ് ചെല്ലുന്ന ആളുകളുടെ വീട്ടിൽ പോയിരിക്കലാണ് ആദ്യഘട്ടത്തിൽ. അവിടെ പോയി 3-4 സമരം ചെയ്യാൻ എൻ്റെ പുസ്തകത്തിൻ്റെ പുറത്തുണ്ടല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ വീടുകളിൽ പോയിട്ട് നമ്മൾ പറയും. അതിനിടയ്ക്ക് 92 ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, സ്ത്രീകളെ ഇത് സുപ്രീം കോടതിൻ്റെ അനുവാദം ഇല്ലാതെ പിന്നെ മോചനം ചെയ്യാൻ പാടില്ലാന്ന്. അങ്ങനെ ഞങ്ങൾ പോയിരിക്കുമ്പോൾ പോലീസ് വരും, മറ്റൊരു വരും, എല്ലാം നമ്മൾ അറസ്റ്റ് ചെയ്ത. പക്ഷേ ഇവരിവിടെ ഇരുത്തുമെന്ന് അറിയും. ഞങ്ങൾ ഇവരുടെ അവകാശമാണത്. തോന്നിയ പോലെ സ്ത്രീകൾ മുത്തലാഖിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്തത് അതാണ്. എല്ലാ വീടുകളും പിന്നെ ഒരു സ്ഥലത്ത് നിന്നിട്ട് 3 ദിവസം 4 ദിവസമായിട്ടും വീട്ടിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു. പോലീസൊക്കെ വരും. അവരെ ഇരുത്തും. എന്നിട്ട് നമ്മൾ പുറത്തിരിക്കുക, നമ്മൾ അവിടെ തന്നെ ഇരിക്കും. കൊതുകടിയെല്ലാം കൊണ്ടിട്ട് നമ്മൾ ഇരിക്കും അവിടെ രാത്രി 2-3 ദിവസങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കേസുകളുണ്ടായിരുന്നു. ബസ്സിൽ സ്ത്രീകളെ സീറ്റൊക്കെ ബാക്കിലാക്കി, ഒരു രക്ഷയില്ല. അന്ന് രാവിലെ തന്നെ കേട്ട് ഒരു സ്ത്രീ വീണ് അത് മാത്രമല്ല, ഈ ബാക്കിലാകുമ്പോൾ ഗർഭിണികൾക്കെല്ലാം പ്രശ്നമാണ്, അധികം കുലുങ്ങുന്നതുകൊണ്ട്. അന്ന് ഞാൻ ജമീലാനെ വിളിച്ചു. ജമീല പിന്നെ തലകുത്തരായതല്ലേ, ജമീലാനൊക്കെ ഞാൻ കൊണ്ടുവന്നതാ അന്ന് ഇതിൻ്റെ കമ്മീഷന്. അപ്പോൾ ഞാൻ അന്ന് 2-3 ആൾക്കാരെ വിളിച്ച് പോസ്റ്ററൊക്കെ എഴുതി ബസ് തടഞ്ഞു വെച്ച്. ബസ് ബ്ലോക്കായി. മാനാഞ്ചിറ ആദ്യത്തെ സമരം. അതിൽ കയറി പിന്നെ എല്ലാവരോടും ബോധവൽക്കരണം നടത്താനൊക്കെ തുടങ്ങി. അങ്ങനെ അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ റോബർട്ടി കേസൊക്കെ എടുത്തിട്ട് വിട്ട് നമ്മളെ. അന്ന് ഞാൻ പേര് കൊടുത്തതാണ് ജമീല മാങ്കാവ് എന്ന്. ഞാനാ മാങ്കാവ് എന്ന് കൊടുത്തത്. 1-2 സ്ഥലത്ത് ഞങ്ങൾ ഈ വാഹന പ്രചരണ ജാഥയായിട്ട് പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്തിയിട്ട് മാഹി പാലത്തിനടുത്തൊക്കെ മദ്യപിച്ചിട്ടൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് നമ്മളെ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഓരോ സ്ഥലത്തും പോകുന്ന ചെറിയ ചെറിയ കടകളിലും ഒക്കെ പോകുന്ന എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ചെറിയ കടയിൽ നമ്മളിങ്ങനെ ഇലയിൽ ചോറ് തിന്നുന്ന സമയത്ത് ആ ഇലേൻ്റെ അടിയിൽ എങ്ങനെയുണ്ട് പുഴുക്കൾ. അതൊക്കെ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഓർക്കും. പക്ഷേ നല്ല അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ജീവിതത്തിൽ. എന്ന് വെച്ചാൽ ആ യാത്രയിൽ പോകുന്നിടത്തോളം നമുക്ക് ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആളുകളിൽ അതിൽ 2 സംഭവമാണ്. ഒന്ന്, നമ്മൾ ആരെങ്കിലും ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ജനങ്ങളുടെ അടുത്ത് പോയിട്ട് പൈസ കളക്ട് ചെയ്യും, ഈ നമ്മുടെ ലഘുലേഖകളൊക്കെ കൊടുക്കും. അപ്പം തന്നെ ജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ പോയി എല്ലാം നമ്മൾ എന്തൊക്കെ നേടിയെടുത്തിരുന്നോ അതൊക്കെ നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി തകർന്നു പോയി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിരുന്നു. വാസ്തവത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതം തന്നെ കൊടുത്താണ്. എൻ്റെ കുടുംബം ഈ ബോധനയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ കുടുംബങ്ങൾ പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. അതിനുശേഷം അത് ഇതുവരെയും എനിക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അവസാന ഘട്ടത്തിൽ അത് എൻ്റെ ബാപ്പ ചിലപ്പം പറയാറുണ്ട്, മൺകലം വീണൊടിഞ്ഞ പോലെ അതുപോലെ ആയിപ്പോയി. ആ ഒരൊറ്റ സമ്മേളനം മതി നമുക്ക് ഈ
ഒരു പ്രസ്ഥാനമായിട്ട് ഏതൊരു വിഷയത്തിനും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ സമ്മേളനത്തോടു കൂടി പിന്നെ പ്രശ്നങ്ങളായി, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പിന്നെ അതെന്നൊക്കെ പറയാൻ പറ്റൂല. പിന്നെ സാമ്പത്തികമായ കുറേ പ്രശ്നങ്ങളും, കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ബോധനയായിട്ടില്ല. അപ്പം കുറേ പുരുഷന്മാരെ ഇടപെടൽ, പിന്നെ സാമ്പത്തികമായ കുറേ പ്രശ്നങ്ങൾ. അതൊന്നും ഇന്ന് വരെ ആരും കണക്കൊന്നും എടുക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിനെ ചോദ്യം ചെയ്യാനൊന്ന് പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ പേരിൽ പലതും പറഞ്ഞങ്ങനെ ആകെ പ്രശ്നങ്ങളായി. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ സമ്മേളനം കഴിഞ്ഞ് ഞാനാണ് അതിൻ്റെ ബാനർ താത്തിയിടുന്ന മുകളിൽ കയറിയിട്ടിരുന്നത്. അതുവരെ ഞാൻ അതിലങ്ങായിരുന്നു. പിന്നീട് എനിക്കെതിരെയും കുറേ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അവസാനം ആ കോർഡിനേഷൻ കമ്മിറ്റിയിലൊക്കെ കുറേ റിപ്പോർട്ടൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ സമ്മേളനത്തോടു കൂടി കഴിഞ്ഞു. പിന്നെ ഞാൻ ഗൾഫിലേക്കും പോയി. ഞാൻ ഇവിടുന്ന് നാട് വിട്ട് പിന്നെ തിരുവനന്തപുരത്തൊക്കെ പോയി. പിന്നെ ഞാൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലിക്ക് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിലേക്ക് പോയി.